'Cause I'm taking the world, you'll see. They'll be calling me, calling me. They'll be calling me royalty. Best to give me your loyalty. 'Cause I'm taking the world, you'll see. They'll be calling me, calling me. They'll be calling me royalty. Damn it. This is scaring me on my nerve. എന്റെ പേര് വെച്ച് ബാങ്ക് റോബറി ചെയ്യണമെങ്കിൽ അവൻ എന്നെ നല്ലപോലെ അറിയാതിരിക്കണം. ഹൗ ഡെയർ ഹി ഈസ്. ജെകെ, നിന്റെ പേരിൽ ആരോ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഈ റോബറിയും അതിന്റെ ഒരു ഭാഗമാണ്. നിന്നെ കൊടുക്കാൻ നിന്റെ പേരിൽ ചെയ്തതാവാം. എനിവേസ്, അവൻ കളിച്ചത് എന്നോടാ. പിന്നിൽ നിന്ന് കുത്താനല്ലേ അവൻ അറിയൂ. അവനെ എന്റെ മുമ്പിൽ എത്തിക്കണം. സഞ്ജയ്, ഞാൻ നോക്കിക്കോളാം. ജെകെ, അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അവൻ എന്റെ നേർക്ക് നേരെ വന്ന് കാണിക്കട്ടെ. ഞാൻ വന്നാ മതിയോ? Who are you? ജെകെ, ഇത് നിന്റെ ബോഡി ഗാർഡാണ്, വി. ഓ, ഓക്കെ. നീ നിന്റെ ലഗേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഔട്ട് ഹൗസിലേക്ക് പൊക്കോ. ഞങ്ങളെല്ലാവരും അവിടെയാണ് താമസിക്കാറ്. ആൾഡൺ വെയിറ്റ്, അവരോട് നിന്നോട്ടെ. നിന്റെ ലഗേജ് ഒക്കെ അപ്സ്റ്റേഴ്സിൽ ഏതെങ്കിലും റൂമിൽ എടുത്തു വെക്ക്. ആൾഡൺ, ഞാൻ കേട്ടത് തന്നെയാണല്ലോ അല്ലേ നീയും കേട്ടത്? ആ, ജെകെക്ക് ഇതെന്തു പറ്റി? നമ്മളെ പോലെ ഒരു 10 മിനിറ്റ് അപ്പുറത്തോട്ട് ഇവനിവിടെ നിർത്തത്തില്ല. ആ, അവനാ. സഞ്ജയ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. എല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ആ, ഓക്കെ ജെകെ. ഏയ്, അവിടെ പറ. അവിടെ പോയിട്ട് എങ്ങനെയുണ്ട്? നീ ആരോന്നൊക്കെ അവർക്ക് വല്ല മനസ്സിലായോ? ഇല്ലടാ, അതൊന്നും അവന്മാരെ കണ്ടുപിടിക്കില്ല. അവർക്ക് അങ്ങനത്തെ ഡൗട്ടൊന്നുമില്ല. എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സഞ്ജയ് ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന്. ഇറ്റ്സ് ജെകെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നേ, ഇവിടെ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഈ ആൾഡണും സഞ്ജയും ഒക്കെ ജെകെയുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്സ് ആണ്. ആൾഡൺ ക്രിമിനൽ ലോയർ ആണ്. ആൻഡ് സഞ്ജയ് ഹിസ് എ ബ്രില്യൻ ഹാക്കർ. നീ എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ നിൽക്ക്. നമുക്ക് വേണ്ട തെളിവൊക്കെ കിട്ടണമല്ലോ. എന്തെങ്കിലും ഡൗട്ട് അടിക്കുന്ന രീതി നിനക്ക് തോന്നിയാൽ നീ അതപ്പം എന്നെ വിളിച്ചു പറയണം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവൻ ഈ തെളിവൊക്കെ പൂഴ്ത്തി വെച്ചേക്കുവാണോ? Hey, what you doing? ഞാൻ വെറുതെ വീടൊക്കെ ഒന്ന്. Okay, come with me. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഫസ്റ്റ് ഓഫ് ഓൾ, മൈസെൽഫ് ജെകെ, ജീവ കൃഷ്ണ. നിനക്ക് മനസ്സിലായി കാണും, ഐ എം എ മാഫിയ. യു ആർ മൈ ബോഡി ഗാർഡ്. 24/7 നീ എൻ്റെ കൂടെ ഉണ്ടാവണം. പല റിസ്കി എലമെന്റ്സും ഈ ജോബിനുണ്ടാവും. പിന്നൊരു കാര്യം, ഇവിടെ നടക്കുന്ന ഒന്നും നിന്റെ വായന പുറം ലോകം അറിയാൻ പാടില്ല. ഞാൻ എന്തും ക്ഷമിക്കും, പക്ഷെ എന്നെ ചതിക്കാൻ നോക്കി നീ പിന്നെ ജീവനോട് ഉണ്ടാവില്ല. ഫുഡ് കിച്ചണിലുണ്ട്, കഴിച്ചിട്ട് കിടന്നോ. അപ്പൊ കെയറിംഗ് ഒക്കെ ഉണ്ട്.
ചേടാ, ഈ അടുക്കളയൊക്കെ ഷോയ്ക്ക് വെച്ചേക്കുന്നാണോ? ഒരു സാധനം ഇല്ലല്ലോ. അതെ, എനിക്ക് വിശക്കുന്നു. വെയിറ്റ്, ഫുഡ് കൊണ്ടുവരാൻ വിളിച്ചു പറയാം. പിന്നെ എന്നെ നേരെ പേര് വിളിച്ചാൽ മതി. ഓ ഓക്കെ. ജീവ, നീയോ? ഏട്ടനെന്താ ഇവിടെ? എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ? അയ്യേടി, ആ വീടിന്റെ പടിഞ്ഞ ചോട്ടൻ നിന്റെ മുട്ടായി തല്ലുപിടിക്കും. അയ്യോ, നീ ഇങ്ങ് വന്നേ. ദേ, എന്റെ പേരോ നാളോ ഒന്നും മിണ്ടി പോവല്. സർവോപരി നീന്റെ സ്വന്തം പെങ്ങളെന്ന് പോലും ആരോടും പറയരുത്. പക്ഷെ ഏട്ടനെന്താ ഇവിടെ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയമാകുമ്പോ ഞാൻ എല്ലാം പറയാം. ഏട്ടാ, ജിന്നേട്ടൻ ഇവിടെ ഉണ്ട്. എന്നാലും പൊന്നേ കരളെന്നും പറഞ്ഞ് വളർത്തി അങ്ങേരോട് നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എവിടെ നിന്നെ കിട്ടിയ മഹാൻ? സഞ്ജയ് പുറത്തു പോയേക്കോ. ஒரு தோடு வாங்கி கொடுக்கறதுக்கு தான் நான் இன்டர்வியூ போறேன். கம்மியா சாப்பிடுன்னா கேக்குறியா? சொத்து மாடு மாடலிங் போடா பண்ணி ஒரே ட்ரம் கொடுத்து வச்சேனா எனக்கு தந்த வாழ்க்கை உனக்கு மட்டும்தான். If you hurt my brother, I'll hunt you down and I'll kill you. கூட இருப்பேன் நிஜத்துல ஏன் தொட நீ தாண்டி அழகு பூதா. ജെകെ, അവൻ നല്ലപോലെ കളി അറിയാം. അവൻ നമ്മുടെ ഗുഡ്സ് മാറ്റി ട്രക്സ് കയറ്റിവിട്ടു. വാട്ട്? ഹീസ് ക്രോസിംഗ് ദ ലൈൻ. ഇനി അവൻ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. അവന്റെ വിധി എന്റെ കൈ കൊണ്ടായിരിക്കും. അവൻ എനിക്കറിയാലോ. അയ്യോ, സിയമിന്റെ മോനല്ലേ? ഇവന്മാരിത് എന്നാ ഭാവിച്ചോണ്ടാ? സിയമിന്റെ തൊളത്ത് കൈയിട്ട് കിടന്നവനെ തട്ടിയപ്പോ പോലും പ്രശ്നം ഉണ്ടാക്കിയ മുതലാ. സ്വന്തം മോനെ തൊട്ട ഇനി അങ്ങനെ എന്തൊക്കെ കാണിക്കുവാ? ഇവർക്കൊന്നും പേടിയില്ലേ? പറ, നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീയായിട്ട് പറയുന്നോ അതോ ഞങ്ങളെ ഞങ്ങളുടെ രീതിയിൽ പറയിക്കണോ? മിടുക്കൊണ്ടെന്നേക്ക് കണ്ടുപിടി. നിർത്തടാ, നിന്നെ കായ് പറഞ്ഞ് ഏൽപ്പിച്ചതല്ലേ? അവന് വേണ്ടി കൊല്ലാനും ചാവാനും കുറെ എണ്ണം. നീ എന്നെ ഓർത്തു എന്നെ ഇങ്ങ് പൂട്ടിക്കളയാനോ? അതിന് നീ നിന്റെ മറ്റവന് രണ്ടാമത് ജനിക്കണം. നീ ഇനി ഈ ഭൂമി വേണ്ട. ജീവ, എന്തായി? എന്റെ മോൻ ഇവിടെ മൊത്തം സീനാണ്. എന്നാ പറ്റി? വല്ലതും കിട്ടിയോ? ഓ, നമ്മുടെ കേസിന് വേണ്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഇവന്മാര് സിഎമ്മിന്റെ മോനെ ഇന്ന് തീർത്തത്. സിഎമ്മിന്റെ മോനോ? ആന്ന്, നമ്മുടെ ജിന്നേട്ട വർക്ക് ചെയ്യുന്ന ബാങ്കില്ലേ, ആ ബാങ്ക് റോബറി ചെയ്തത് ജെകെ അല്ല, ഈ പറയുന്ന ബെഞ്ചമിനാ. ഇവന്മാരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതിന്റെ ഭാഗമായത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കേട്ടാ നീ ഞെട്ടും. എന്നാ? ഞാനിവിടെ വെച്ച് ജാൻവിയെ കണ്ടു. ജാൻവിയോ? നമ്മുടെ ജാൻവിയോ? പിന്നല്ലാതെ. അവള് സഞ്ജയുടെ കൂടെ ഇറങ്ങിപ്പോന്നത്. ഓ, നീ അവളെ കണ്ടോ? സംസാരിച്ചോ?
കണ്ടു. അയ്യോ, അപ്പൊ പണിയാവില്ലേ? ഇല്ല, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് ആരോടും ഒന്നും പറയരുതെന്ന്. ഇത് ജിന്നേട്ടൻ അറിയണ്ട. Just getting started. My eyes on the target. Nah, nah. You're the better one, still king of best to give me your loyalty, 'cause I'm taking the world, you'll see. They'll be calling me. They'll be calling me royalty. Best to give me your loyalty. നീ എന്തിനെങ്ങനെ ചെയ്തേ? അതിന്റെ ജോലി ആയോണ്ട്. സ്വന്തം ജീവൻ അപകടം വരുത്തിക്കൊണ്ടല്ല എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. So never, never, never You're the better one, still king of best to give me your loyalty, 'cause I'm taking the world, you'll see. They'll be calling me. ഞാൻ വിചാരിച്ച പോലെ അത്ര റൂഡല്ല ജെകെ. ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. They'll be calling me royalty. ചീഫ് മിനിസ്റ്റർ ലൂയിസ് മാർട്ടിന്റെ മകൻ ബെഞ്ചമിൻ ലൂയിസിനെ ഇന്നലെ വൈകിട്ടോടുകൂടി കാണാനില്ല. പോലീസ് തിരച്ചിൽ തുടരുന്നു. ഇതുവരെയും ഒന്നും തന്നെ തെളിവായി ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നു. ഷടാ, എന്തൊക്കെയാ നടക്കുന്നേ? ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോന്നാണല്ലോ. എന്നാ ചെയ്യാനാ ജിന്നേട്ട, ലോകം അവസാനിക്കാനായെന്ന് തോന്നുന്നു. ഡോ സൂര്യ. പറയൂ സർ. താൻ ന്യൂസ് കണ്ടായിരുന്നോ? കണ്ടു സർ, അത് ചെയ്തത് ഇവരാണ്. എടോ, താനെന്താ പിന്നെ ആക്ഷൻ ഒന്നും എടുക്കാഞ്ഞോ? തനിക്ക് എന്നെ അറിയിച്ചൂടായിരുന്നോ? ഞങ്ങൾ അപ്പൊ തന്നെ അങ്ങോട്ട് എത്തില്ലേ? അവന്റെ വീട് സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് ഒരുവിധം തെളിവെല്ലാം കിട്ടില്ലേ? സർ, അവിടെയാണ് നമ്മൾ മണ്ടത്തരം കാണിക്കുന്നത്. ഇന്ന് തന്നെ CM-ന്റെ മകനെ കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ തെളിവില്ല. ബെഞ്ചമിന്റെ ബോഡി അവരെന്ത് ചെയ്തെന്ന് പോലും എനിക്കറിയില്ല. സർ, നമുക്ക് ആരാ എന്താ ചെയ്തെന്നൊക്കെ അറിയാം. പക്ഷെ കോടതിക്ക് വേണ്ടത് തെളിവാണ്. അതുണ്ടെങ്കിലേ ജെകെ കൊടുക്കാൻ കഴിയൂ. ആൻഡ് ആൾഡൻ, ഹീസ് എ ക്രിമിനൽ ലോയർ. സ്ട്രോങ് എവിഡൻസ് ഇല്ലെങ്കിൽ അവൻ പുഷ്പം പോലെ ജെകെ പുറത്തിറക്കും. അതുകൊണ്ട് നമ്മളായിട്ട് മണ്ടത്തരം കാണിക്കരുത്. ഓക്കെ, എന്തായാലും എത്രയും വേഗം തെളിവുകളൊക്കെ എടുക്കണം. നമുക്കധികം സമയമില്ല. ഓക്കെ സർ. എന്താണിത്? വാട്ട്? അല്ല, വർക്കൗട്ട് ചെയ്യുവാണോ? കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഓ, ക്യാൻ ഐ ജോയിൻ? ഓക്കെ, പോയ ഡെഡ് ലിഫ്റ്റ് എടുത്തോ. ഹേയ്, റിമൂവ് യുവർ ഷർട്ട്. ഷർട്ട് മാറ്റണോ? പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആരും ഷർട്ട് ഇടുവോ? ഓ, ഓക്കെ.
ടാ നീ സെർച്ച് ചെയ്തോ? ഇവിടെ ഒന്നുമില്ലടാ. ആട് കിടക്കുന്നിടത്ത് ഒരു പൂട പോലും ഇല്ലെന്ന് പറയുന്ന പോലെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ട് തെളിവൊക്കെ ഒരു വീട്ടിൽ വെക്കുവോ? അതിനൊക്കെ വേറെ സ്ഥലം കാണും. അതെങ്ങനെ ഞാനൊന്ന് അറിയുന്നേ? എന്നാ ഞാനൊരു വഴി പറയാം. കുറച്ച് കടുത്തകയാണ്, എന്നാലും സാരമില്ല. നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. പറ. നീ ആ ജാക്കിയായിട്ട് കുറച്ച് ക്ലോസ് ആവ്. അവൻ്റെ വിശ്വാസം പിടിച്ചു പറ്റണം. അവന് നിന്നോട് എന്തും ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് തീർന്നു. എടാ, നീ വിചാരിച്ച് നടക്കുന്ന കേസേ ഉള്ളൂ. അവൻ അത്രയും വലിയ മാൻഷനിൽ ഒറ്റയ്ക്ക് താമസിക്കുമെന്നല്ലേ നീ പറഞ്ഞേ? അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ലൈഫിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടാകണം. സോ നീ ഒരു കൈ നോക്ക്. എടാ, അപ്പം അത് ഞാൻ അവനെ ചതിക്കുന്ന പോലല്ലേ? ഒരുമാതിരി തോളത്ത് കൈയിട്ട് നടന്നിട്ട് പണി കൊടുക്കുന്ന പോലെ. ഹശോ, നീ പിന്നെ അവനെ സ്നേഹിക്കാനാണല്ലോ അങ്ങോട്ട് കയറി ചെന്നത്. ഒരൊറ്റ ഒരെണ്ണം ഞാനങ്ങ് വെച്ച് തരും. നീ എന്തിനാ അങ്ങോട്ട് പോയെന്നുള്ള ബോധമുണ്ടല്ലോ. അത് ചെയ്ത് തീർത്തേച്ചിങ്ങ് വാ, വേറൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. എന്നാ അങ്ങനെ ആവട്ടെ.